നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1672 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ഡോക്ടർ രമാദേവി അമ്പാടി മാഡമാണ്. അമ്പാടിസ് ഹോമിയോ ക്ലിനിക്ക് കൊച്ചി പറവൂർ നോർത്ത് പറവൂർ നടത്തുന്നു. 2021 സ്വാമി ആദരദാസ് അവാർഡ് സഹിയിൽ നിന്നും ശാന്തചന്ദ്രൻ ഡോക്ടറോടൊപ്പം കരസ്ഥമാക്കി. വന്ധ്യതയെക്കുറിച്ച് ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസുകൾ, ഡോക്ടർമാർക്കായി സെമിനാറുകൾ എന്നിവ നടത്തിയിട്ടുള്ള വ്യക്തിത്വം. കൂടാതെ വന്ധ്യതയിൽ വൻ വിജയം നേടിയ വ്യക്തിത്വം. 50 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് മാഡത്തിനുള്ളത്. മാറിലുണ്ടാകുന്ന രോഗങ്ങളും അവയുടെ ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ രമാദേവി അമ്പാടി മാഡത്തെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡത്തിന് ആരംഭിക്കാം. താങ്ക് യു ഡോക്ടർ മറിയാമ്മ. ആദ്യമായിട്ട് ഡോക്ടർ ഹനുമാനെ എനിക്ക് ഈ ഹോമിയോപ്പതി പഠിക്കാൻ അവസരം തന്ന എൻ്റെ ഹസ്ബൻഡിനെയും എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു ഇന്നത്തെ ദിവസം. രാവിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇനോഗ്രൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ മീറ്റിങ്ങും എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. ഇപ്പം അങ്ങോട്ട് കയറിയേ ഉള്ളൂ, ഞാൻ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഇന്നലെ എന്നോട് ധനേഷ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഒരു ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടറുടെ. ആ ഗ്രൂപ്പിലെ സീനിയേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ നമ്മുടെ എബ്രഹാം വൈദ്യനും ഞങ്ങൾ കുറേ ശാന്തയും ഞങ്ങളെല്ലാവരും കുറേ പേരുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ ഒരു 4 മണി വരെ ഞങ്ങൾ കേസൊക്കെ ഡിസ്കസ് ചെയ്യും. അതിൽ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് എനിക്ക് എബ്രഹാം വൈദ്യനും അതുപോലെ രാധാകൃഷ്ണനും ഒക്കെ ഒത്തിരി പോയിന്റ്സ് പറഞ്ഞു തന്നു. പെട്ടെന്ന് എനിക്കിതൊന്നും ഓർമ്മ വന്നില്ല. അതെല്ലാം ഈ എബ്രഹാം വൈദ്യനൊക്കെയാണ് എനിക്കിത് റിമൈൻഡ് ചെയ്തത്. അവരോടും കൂടിയുള്ള ഒരു നന്ദി പറയാണ്. പിന്നെ ഈ ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് പോലും വളരെ ഉപയോഗപ്രദമായിരിക്കുന്നതാണ്. അതായത് അതിൽ ഈ കേസ് ടേക്കിങ്ങിനെ പറ്റിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് കുറേ പോയിന്റ്സ് കിട്ടിയത്. അവരെയും കൂടി നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ. ബ്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ നമ്മൾ അനാട്ടമിക്കൽ ഇത് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിനും ഹ്യൂമൻ അനാട്ടമിയിൽ നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിനും മെയിൽസിനും ഉള്ള സെക്ഷൽ പാർട്ടിലുള്ള ഒരവയവമായിട്ടാണ് ബ്രസ്റ്റിനെ കാണുന്നത്. ഈ ഫീമെയിൽസിന് ബ്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫങ്ഷണൽ ഫിസിയോളജിക്കൽ, അതായത് ഫിസിയോളജിക്കൽ ഫങ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ ഫങ്ഷനും ഉണ്ട്. അതായത് ഫിസിയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്, സെക്ഷൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊവോക്ക് സെക്ഷൽ ഫീലിങ്സ് ഡ്യൂറിങ് സെക്ഷൽ പ്ലേ. മെയിൽസിന് ആ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഇല്ല, അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഇല്ല, പക്ഷെ അവർക്കും ആ സെക്ഷൽ ഇത് ഫീലിങ്സ് പ്രൊവോക്ക് ചെയ്യാനായിട്ട് അവരുടെ മെയിൽ ബ്രസ്റ്റിനും കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ ഇനി ഒരു ഇതുണ്ട്, അതായത് ഒരു വളപ്റ്റസ് ആയിട്ട് ബ്യൂട്ടിയുള്ള ഒരു ബ്രസ്റ്റിലേക്ക് ഇങ്ങനെ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഊഗിൾ ചെയ്യാന്ന് നമ്മൾ പറയില്ലേ, ഇങ്ങനെ എന്താ പറയുന്ന ഒരു ലൈംഗിക ഇതോടുകൂടി നോക്കാന്ന് പറയില്ലേ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുരുഷന് ഒരിക്കലും അയാളുടെ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളാണെങ്കിൽ അയാളുടെ BP കുറയും. പിന്നെ അതുപോലെ തന്നെ ഹൈ പൾസ് റേറ്റ് ഉള്ള ആൾക്കാണെങ്കിൽ ആ പൾസ് റേറ്റ് കുറയും. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, ഹാർട്ട് ഡിസീസിനും കുറവ് വരും. ഈ കമ്പയർ ചെയ്യും അതിനെ ഒന്നും അവസരം കിട്ടാത്ത അതേ ഇതിലുള്ള ഒരാളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ അതിനുള്ള ഈ ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത്
those men who stared at voluptuous breasts of women at least a minimum of 10 minutes per day had lower BP, slower pulse rates, indicating greater fitness and less heart disease than the control group who were not allowed to engage in this oogling. അങ്ങനെ അതിനൊന്നും അവസരം കിട്ടാത്തവരെ സംബന്ധിച്ചോളം ഇവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ആ ഇതായിട്ടുള്ള ഇഫക്റ്റ് പോലും അതിലുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ചില നമ്മൾ അതിൽ ഒരു മസിൽസ് ഇല്ല, ശരിക്കും അത് മസിലിന്റെ മേലെ ഇരിക്കുന്നത്. ദ ബ്രസ്റ്റ് ലൈ ഓവർ ദ പെക്ടോറാലിസ് മസിൽ, അതിന്റെ അടിഭാഗം മാത്രമാണ് പെക്ടോറാലിസ് മസിലിലും upper most portion of the rectus abdominalum ഉള്ളത്, അതായത് between second and sixth ribs. There are no muscles in the breast, but muscles lie under each breast and cover the ribs. Fat fills the space between lobules and ducts. The ducts are the tubes which link the lobes, lobules and bulbs. These ducts lead to the nipple in the center of a dark area of skin called areola. Areola-ക്ക് നിത്യതയെന്ന് കുറെ ഡക്ട്സും ലൊബ്യൂൾസും എല്ലാമാണ് ഈ ബ്രസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇത് ഈ ബ്രസ്റ്റിനെ നമ്മൾ 4 ക്വാർട്ടൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് ഈ ഇതൊക്കെ ഇത് എന്താ പറയുക, MRI ഒക്കെ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 3 o'clock പൊസിഷൻ, 6 o'clock പൊസിഷൻ എന്നൊക്കെ പറയുന്നത് ബ്രസ്റ്റിനെ ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്യും. അതായത് ഒരു ക്ലോക്കിന്റെ ഇതുപോലെ 12 to 6 ഒരു വര, 9 to 3 വേറൊരു വര. അപ്പോൾ 3 o'clock പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പർ ലെഫ്റ്റ് അപ്പർ പോർഷൻ ആണ് അതിൻ്റെ ഏരിയ. പിന്നെ 6 o'clock പൊസിഷൻ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ലോവർ ഏരിയ. അതുപോലെ തന്നെ 9 o'clock പൊസിഷൻ ആണെങ്കിൽ റൈറ്റ് ലോവർ ഏരിയ. 12 o'clock പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് റൈറ്റ് അപ്പർ ഏരിയ. അങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെന്താ ഇനി നമുക്ക് ഇതിനെപ്പറ്റി ബ്രസ്റ്റിനെ പറ്റി വേറെ ഒന്നും അല്ലാതെ ഒന്നും പറയാനില്ലല്ലോ അല്ലേ? വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ അധികം പ്രിപ്പയർ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇനി ബ്രസ്റ്റിനുണ്ടാവുന്ന കുറെ അസുഖങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. ഇത് സാധാരണ നമ്മുടെ അടുത്ത് വരുന്നത് ബ്രസ്റ്റ് ആബ്സസ് ആയിട്ടാണ്. ആബ്സസ് ആയിട്ട് വരുമ്പോൾ അതിന് ഫൈറ്റിലക്ക, സൈലീഷ്യ ഒക്കെയാണ് സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ആബ്സസ് തന്നെ ഹാർഡ് സിഗാട്രിസിസ്, അതായത് ഏതെങ്കിലും വിധത്തിൽ ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ഇത് വരുന്നിട്ട് അവിടെ ഒരു പാടുണ്ടായിട്ട് ആ പാടില് പിന്നെ തിരിച്ച് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഗ്രാഫൈറ്റിസ് കൊടുക്കുക. ഞാൻ പക്ഷെ അങ്ങനെ ഗ്രാഫൈറ്റിസ് കൊടുക്കുമ്പോൾ ഞാൻ നമ്മുടെ ഹരി പറയണ പോലെ ഗ്രാഫൈറ്റിസ് 0/3 ഒരു 2-3 പിൽസ് 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം അവരോട് കുടിക്കാൻ പറയും ഒരു ദിവസം. ഒരു രാവിലെ മോർണിംഗ് ടു ഈവനിങ് 12 hours കൊണ്ട് ആ വെള്ളം കുടിക്കാൻ പറയും. എനിക്ക് അല്ലെങ്കിൽ ഈ ഗ്രാഫൈറ്റിസ് കൊടുക്കാൻ എനിക്ക് പേടിയായി, ഞാനും കൂടുതൽ അഗ്രവേറ്റ് ചെയ്യാതല്ലോ എന്നുള്ളതിൽ. പക്ഷേ ഈ 0/3 ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും എനിക്കത് ആ ഒരു അഗ്രവേഷനിലായിട്ടുള്ള ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ ആബ്സസ് തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബ്രയോണിയാണ്. സാധാരണ എല്ലാവർക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ അക്കണൈറ്റ് കൊടുക്കും. പക്ഷെ ഇവിടെ ബ്രസ്റ്റിന് വരുമ്പോൾ നമുക്ക് ബ്രയോണിയാണ് അക്കണൈറ്റിനെക്കാട്ടിലും ഇഫക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ അത് തന്നെ ഈ ആബ്സസ് ഫിസ്റ്റുലയായിട്ട് വരികയാണെങ്കിൽ, അതിങ്ങനെ ഒരു ഇതുപോലെ വന്നിട്ട് അതിൽ ഡിസ്ചാർജ് വരികയാണെങ്കിൽ കോസ്റ്റിക്കം നല്ല ഇതാണ്. ഈ കോസ്റ്റിക്കം തന്നെ ഈ സിഗാട്രിസിസിൽ ഇതുപോലെ ആബ്സസ് പോലെ വരികയാണെങ്കിൽ ഗ്രാഫൈറ്റിസിനൊപ്പം നമുക്ക് കോസ്റ്റിക്കം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റിൽ നിന്ന് ഇത് സിറം ലൈക്ക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പസ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ വരികയാണെങ്കിൽ സൈലീഷ്യ 200. പിന്നെ ഈ സൈലീഷ്യയുടെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഓരോ ഡക്സും ഇതുപോലെ ഇങ്ങനെ ആബ്സസ് പോലെ വന്നിട്ട് ബ്രസ്റ്റിൽ ഒരു 3-4 ഇടത്ത് ഈ പസ് ഡിസ്ചാർജ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവിടെയാണെങ്കിൽ സൈലീഷ്യ 200 ഞാൻ ഡെയിലി 1 ഡോസ് കൊടുക്കാറുണ്ട്. ഒപ്പം കാൽക്കേരിയ സൾഫും കൊടുക്കും. പിന്നെ
പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റിന് ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന വേദനയാണ് ഡോക്ടറെ എന്ന് പറയുമ്പോൾ കൽക്കരിയ കാർബാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഈ മെൻസസ് വരുന്നതിന് മുമ്പ് ഹെവിനെസ് ഓഫ് ബ്രസ്റ്റ് ആസ് വെൽ ആസ് പെയിൻ ഇൻ ദ ബ്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കൽക്കരിയ കാർബ്, കോണിയം, പിന്നെ പ്രൊലാക്റ്റിൻ ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെന്താ, പിന്നെ ചിലർ പറയും ഈ ബ്രസ്റ്റിന് താഴെ, അവരിങ്ങനെ തന്നെ കാണിക്കും, ഡോക്ടറെ ഈ ബ്രസ്റ്റിന് താഴെ ഇങ്ങനെ വേദന എന്ന് പറയും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൽക്കരിയ കാർബും യൂസ്ലാവോ ടിഞ്ചറും വളരെ ഇഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം എനിക്ക് ഇഫക്റ്റ് കിട്ടിയേക്കുന്ന മെഡിസിൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാ വൈകുന്നേരവും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ബ്രസ്റ്റിന്റെ അടിയിൽ ഭയങ്കര വേദനയാണ് ഡോക്ടറെ എന്ന് പറയുകയാണെങ്കിൽ, എല്ലാ വൈകുന്നേരവും അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പീരിയോഡിക്കൽ എന്ന് പറഞ്ഞുള്ള അത് എല്ലാ ദിവസവും അത് തന്നെ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സീഡ്രോൺ ആണ്. പക്ഷെ എനിക്ക് സീഡ്രോണിനെക്കാട്ടിലും എനിക്ക് ഇഫക്റ്റീവായിട്ട് കിട്ടിയേക്കുന്നത് ലാക്കനൈനുമാണ്. പിന്നെ അതുപോലെ തന്നെ അട്രോഫീഡ് ബ്രസ്റ്റ്, അതൊരു ഇങ്ങനെ ഒരു ബ്രസ്റ്റിന് ഒരു വളർച്ചയില്ല എന്ന് പറയുമ്പോൾ കോണിയം കാലിയം അയോഡൈഡ്. ഈ ഇതിന് നല്ല ഇതായിട്ടുള്ള വലിയ നല്ല വലിപ്പമുള്ള ബ്രസ്റ്റ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് അത് ചുരുങ്ങി പോണു പറയുകയാണെങ്കിൽ അതിന് ഞാൻ കൊടുക്കാറുള്ളത് കീമാഫില. അത് ആ കീമാഫിലയുടെ ഇതാന്ന് വെച്ചാൽ പെട്ടെന്ന്, അതായത് നല്ല ഇതായിരുന്നു ഡോക്ടർ, പക്ഷെ പെട്ടെന്ന് അത് ഇത് ഇങ്ങനെ ചുങ്ങിപ്പോയ പോലെ തോന്നണമെന്ന് പറയുകയാണെങ്കിൽ കീമാഫിലയാണ് കൊടുക്കുന്നത്. പിന്നെ ലാക് ഡീഫ്ലോറാറ്റവും കുട്ടികൾക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് കുറവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റിയ മെഡിസിനാണ് ലാക് ഡീഫ്ലോറാറ്റം. പിന്നെ ഈ ഓവേറിയൻ ഡ്രോപ്സിയോട് കൂടി തന്നെ ഇതുപോലെ അട്രോഫീഡ് ബ്രസ്റ്റ് കാണുകയാണെങ്കിൽ ഞാൻ ലാക് ഡീഫ്ലോറാറ്റയെക്കാട്ടിലും എനിക്ക് ഇഫക്റ്റീവായിട്ട് കിട്ടിയേക്കുന്നത് അയഡം. ഈ അയഡം നമുക്ക് എല്ലാ അയഡവും നമുക്ക് ഉപയോഗിക്കാം. ആഴ്സൈഡൈഡ്, പിന്നെ ഇതാണ് കാലിയം അയോഡൈഡ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഈ ബ്രസ്റ്റിന്റെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ ഇതില് ട്യൂമർ പോലെ വന്നിട്ട് അതിന് ഭയങ്കര പുകച്ചിലാണ് ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എപ്പിസ് ആണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട്. ഏതോ സൈൽസ് വല്ലാതാണെങ്കിൽ 30 കൊടുക്കും. 30 ഡെയിലി ഡോസ് കൊടുക്കും. അതുപോലെ ചെറുതാവാൻ വല്ല മെഡിസിനും ഉണ്ടോ? ഏത് ചിമാഫില അല്ലാതെ? ബ്രസ്റ്റ് നമുക്ക് ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലെ എൻലാർജ്മെന്റിന് സാബർ സെറിലേറ്റർ കൊടുക്കൂലേ, അതുപോലെ സാബർ സെറിലേറ്റർ കൊടുക്കാവുന്നതാണ്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഈ ഇതിന് മെയിലിന് ഇത് വരില്ലേ, ഗൈനക്കോമാസ്റ്റിയ എന്ന് നമ്മൾ പറയില്ലേ, ഗൈനക്കോമാസ്റ്റിയ വരുമ്പോൾ നമ്മൾ അവർക്ക് മെഡിസിൻ കൊടുക്കാൻ നമ്മൾ ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എൻലാർജ്മെന്റിനുള്ള പോലെ മെഡിസിൻ കൊടുക്കാം. പക്ഷെ അവർക്ക് ഒരിക്കലും ഈ ഈസ്ട്രജൻ കണ്ടന്റ്, ഈസ്ട്രജൻ അതായത് ഹോർമോൺ ഇൻക്രീസ് ആവുന്ന ഒരു മെഡിസിനും അവർക്ക് കൊടുക്കരുത്. ഇപ്പൊ അൽഫ അരിസ്റ്റലോക്കിയൊക്കെ ഹോർമോൺ ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഈസ്ട്രജൻ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ ഈസ്ട്രജൻ കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അൽഫയും അരിസ്റ്റലോക്കിയൊക്കെ കൊടുക്കും. പക്ഷെ ഒരു കാരണവശാലും ഈ പുരുഷന്മാർക്ക് ഇങ്ങനെ ഈ ഗൈനക്കോമാസ്റ്റിയ ഉള്ളവർക്ക് ഈ അൽഫയും ഈ അരിസ്റ്റലോക്കിയോ ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ ക്യാൻസർ ഓഫ് മാമയ്ക്ക് അതെല്ലാവർക്കും അറിയാലോ അല്ലെ. ക്യാൻസർ വരുന്നതാണെങ്കിൽ ഏറ്റവും നമ്മുടെ ഉള്ളിൽ മനസ്സിൽ വരുന്ന മെഡിസിൻ അസ്റ്റേരിയ റൂബൻസ് അല്ലെ. അസ്റ്റേരിയ റൂബൻസ് ഫിയർ ഓഫ് ക്യാൻസറിനും നല്ലതാണ്. ഇത് രാധാകൃഷ്ണൻ ഇന്നലെ പറഞ്ഞു തന്നതാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ സാധാരണ ഫിയർ ഓഫ് ക്യാൻസർ വരുമ്പോൾ കാർസിനോസിൻ ഒരു ബിലോ 40 ആണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് കൊടുക്കും. 50 വരെ ഞാൻ ധൈര്യമായിട്ട് കൊടുക്കും. പക്ഷെ 50ക്ക് മേലെയാണ് ഇങ്ങനെ ഫിയർ ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാർസിനോസിൻ കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. കാർസിനോസിൻ എബോവ് 50 അത് ട്രിഗർ ചെയ്യുമെന്ന് പറഞ്ഞ് ഉള്ള ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരിക്കലും കാർസിനോസിൻ കൊടുക്കാറില്ല. അപ്പൊ ഇന്നലെ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അസ്റ്റേരിയ റൂബൻസ് കൊടുക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രാസിസ്, ആസിഡ് നൈട്രിക്, മെക്സോള്,
ആഴ്സനിക് കാർബ്, ഏപ്പിസ്, കൊനിയം എല്ലാം ക്യാൻസർ ഓഫ് മാമയുടെ ഇതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒന്നുകൂടെ പറയാമോ? നൈട്രാസ്റ്റിസ്, നൈട്രിക് ആസിഡ്, ക്യാൻസർ ഓഫ് മാമ, അസ്റ്റേരിയസ് റൂബൻസ്, ഹൈഡ്രാസ്റ്റിസ്, ആസിഡ് നൈട്രിക് ആസിഡ്, മെക്സോള്, ആഴ്സാൽബ്, എപ്പിസ്, കൊനിയം. പിന്നെ ഇതിന്റെ സമയത്ത് ആക്സിലറി ഗ്ലാൻസും കൂടി എൻലാർജ് ആവുകയാണെങ്കിൽ കാർബോ അനിമാലിസിനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനും എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ വിചാരിച്ച വിധത്തിലുള്ള റിസൾട്ട് കിട്ടും. കാർബോ അനിമാലിസ് 200 കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഡെയിലി കൊടുക്കാറുണ്ട്, 2 നേരം കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെയുള്ള സമയത്ത്. ക്യാൻസർ ബ്രസ്റ്റ് നമുക്ക് മാഡത്തിനടുത്ത് ട്രീറ്റ്മെന്റിന് വരാറുണ്ടോ? ക്യാൻസർ ബ്രസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ എനിക്ക് ധൈര്യമില്ല അതെടുക്കാൻ. അതുകൊണ്ട് പിന്നെ അവര് ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ പിന്നെ അവരുടെ ആ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. അവർക്ക് ഒന്നായാലും കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറയുമ്പോൾ കൊടുക്കും. ശാന്ത പറഞ്ഞിട്ടുണ്ട്, ഫൈറ്റിലൊക്കെ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും ശാന്ത എല്ലാം കൂടി ഇനോഗ്രൽ ഫംഗ്ഷന് പോയി. ശാന്ത ക്ഷീണിച്ച് കിടക്കുകയാണ്, എന്നെ സഹായിക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിപ്പോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശാന്ത ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ധൈര്യം വന്നു ഇപ്പൊ, സഹായം വരുന്നുണ്ട്. അത് തന്നെ. പിന്നെ ഇതുപോലെ തന്നെ ഈ സിറസ് ഇതാണെങ്കിൽ, ട്യൂമർ ആണെങ്കിൽ ബ്യൂഫോർ ആണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വേദന തോന്നുകയാണെങ്കിൽ ഇപ്പൊ ശാന്ത പറഞ്ഞ പോലെ ഫൈറ്റലക്കയും ഹൈഡ്രാസ്റ്റിസും. പിന്നെ ഏതെങ്കിലും ഈ ഒരു ഇഞ്ചുറി വന്നതിന് ശേഷം ഒരു ക്യാൻസറസ് ഡെവലപ്മെന്റ് തോന്നുകയാണെങ്കിൽ ഹൈപ്പറിക്കം നല്ല മെഡിസിന്. പിന്നെ ഈ എന്താണ് ബ്രസ്റ്റ് തൊടുമ്പോൾ തണുത്ത ഐസ് കട്ട പോലെ ഇരിക്കും ഡോക്ടർ എന്ന് പറയുമ്പോൾ അതിന് കോക്കുലസ്. അവിടെ മാത്രം തണുപ്പ്, ഈ ബ്രസ്റ്റിന് മാത്രം തണുപ്പ്, അതിന് ഇതാണ്. പിന്നെ ഇൻഡ്യൂറേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കാർബോ അനിമാലിസ്, കൊണിയം. പിന്നെ ഈ ലംസ് ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ പാൽപ്പറ്റ് ചെയ്യുമ്പോൾ ഹാർഡായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിന് ബ്രയോണിയ. പിന്നെ കാർബോ അനിമാലിസും കൊണിയും ഒക്കെ കൊടുക്കാട്ടോ. അത് പെയിൻഫുൾ ആണെങ്കിൽ ഫൈറ്റിലൊക്കെ കോക്കുലസ് അത് പെയിൻഫുൾ ആണെങ്കിൽ ഫൈറ്റിലൊക്കെ. ആ ഹാർഡിനോഡോസിറ്റീസ് പെയിൻഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ. പിന്നെ ഈ ഭയങ്കര വേദനയുള്ളതാണ് ഇതാണ് നൊഡ്യൂളാണ്. പക്ഷെ ഒട്ടും റെഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് ബെൽഡോണയും വൈറ്റിളക്കിയും നമുക്ക് ഉപയോഗിക്കാം. അതേ സമയത്ത് ഒട്ടും കളറില്ല, ഭയങ്കര വേദനയാണ്, കൽക്കരിയ കാർബ്. വേദനയും റെഡ്നെസ്സും ഉണ്ടെങ്കിൽ വൈറ്റിളക്കിയും ബെൽഡോണയും. വേദനയുണ്ട്, റെഡ്നെസ് ഇല്ലെങ്കിൽ കൽക്കരിയ കാർബ്. പിന്നെ പ്യൂബർട്ടി ആവുന്നതിന് മുമ്പ് കുട്ടികളുടെ ഇങ്ങനെ ബ്രസ്റ്റിൽ അവർക്ക് ഇങ്ങനെ ചൊറിയും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഡിസ്ചാർജ് വരുന്നുണ്ട് ഡോക്ടറെ എന്ന് പറയുമ്പോൾ പൾസാറ്റില 200 നല്ല മെഡിസിനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻഫ്രാമാമറി പെയിന് അക്ടറിസിമോസയും യൂസ്ലാഗോ. ഇത്രയൊക്കെ കഴിച്ചിട്ടുള്ളൂ, ഇനി എന്താ വേണ്ടേ? സാധാരണ ഫൈബ്രോ അഡിനോമ കൂടുതലും വരാറുണ്ടല്ലോ. ഫൈബ്രോ അഡിനോമയ്ക്ക് നമുക്ക് ഇതിനുള്ള മെഡിസിൻ കൊടുക്കാമല്ലോ, ഗ്ലാൻഡുലർ മെഡിസിൻസ് എല്ലാം കൊടുക്കാമല്ലോ, അയഡം പോലെ ഉള്ളത്. വയറ്റിലൊക്കെ എല്ലാ അയഡവും കൊടുക്കാം, കൽക്കരി അയഡം, ആഴ്സൈഡൈഡ്, സ്റ്റാനോമൈഡ്, സൾഫർ അയഡ്, ഇത് എല്ലാം കൊടുക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ നിപ്പിളിന് ക്രാക്ക് വരും പറഞ്ഞുകൊണ്ട് വരും നമ്മുടെ അടുത്ത്. അതിന് ഏറ്റവും നല്ല മെഡിസിൻ കാസ്റ്റർ എക്വിയാണ്. കാസ്റ്റർ എക്വിയും
ബ്രട്ടാനിയെ. ഇന്നലെ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു ആൻറ്റിയം ക്രൂഡും കോണ്ടുരങ്കോയും നല്ല മെഡിസിൻ ആണെന്ന്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, എനിക്കത് ഇനി ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ കാസ്റ്ററക്കയും യൂസ്ലാഗും ഇത് കൊടുക്കും, ബ്രട്ടാനിയം കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേയിൽ അവര് ഇതൊന്ന് കുറഞ്ഞില്ലെന്ന് പറയാറുണ്ട്. പിന്നെ ഏത് കാസ്റ്ററക്ക് എക്കി 3x ആണ് ഞാൻ കൊടുക്കുന്നത്, റെട്ടാനിയ ടിഞ്ചറും. ആ റെട്ടാനിയ ടിഞ്ചർ ഞാൻ എപ്പോഴും ഒരു ടിഞ്ചറും ഒരു പൊട്ടൻസിയും കൊടുക്കും. മോളെ എന്തിനാ പറയാമോ, അവരുടെ നിന്ന് പൈസ വാങ്ങിക്കണ്ടേ, അല്ലെങ്കിൽ അവർക്കൊരു ബിലീഫ് ഉണ്ടാവില്ല, ഒരു ഇതുണ്ടാവില്ല. അവർക്ക് കട്ടിയായിട്ട് തന്നു എന്നുള്ള വിചാരം അവർക്ക് വേണം. എന്നിട്ട് പതുക്കെ ഞാൻ ആ ടിഞ്ചർ റെട്ടാനിയ 3x-ലേക്കോ 30-ലേക്കോ ആക്കും കേട്ടോ. പിന്നെ അഗലക്റ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലുണ്ടാവാതിരിക്കുക. അതിന് ആഗ്നസ്, അത് സാധാരണ പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകൾ ഒന്ന് പറയുന്ന ഒട്ടും പാലില്ല ഡോക്ടറെ എന്ന് പറയുകയാണെങ്കിൽ ആഗ്നസ്, അറ്റിക്ക യൂറൻസ്, ലെസിത്തിൻ, റിസിനസ് ഒക്കെ നല്ലതാണ്. അറ്റിക്ക യൂറൻസും റിസിനസും ടിങ്ചറും, ആഗ്നസും ഞാൻ ചിലപ്പോൾ ടിങ്ചർ കൊടുക്കാറുണ്ട്. ലെസിത്തിൻ 3x ആണ് കൊടുക്കുന്നത്. ലെസിത്തിൻ 3x ഞാൻ ആ ട്രെച്ചുറേഷൻ പൗഡർ തന്നെ കൊടുക്കുള്ളൂ, അതിന്റെ ടാബ്ലറ്റ് എനിക്ക് വിശ്വാസമില്ല. ലെസിത്തിൻ 3x. പിന്നെ ഗലക്ടോറിയ, അതായത് ഇതൊന്നും ഇല്ലാതെയും വീനിങ് ടൈമൊന്നും അല്ലാതെയും ഇത് ബ്രസ്റ്റിൽ ഇത് ഇങ്ങനെ ഇതുപോലെ വരുന്നു എന്നുണ്ട്. ചില പുരുഷന്മാരിലും അങ്ങനെ കാണാറുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്ചാർജ് അതിൽ നിന്ന് വരുന്നു ഡോക്ടറെ എന്ന് പറയുകയാണെങ്കിൽ അതിൽ പൾസാറ്റില, മെക്സോള്, കൽക്കരിയ കാർബ്, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും കൊടുത്താൽ അത് മാറും. പിന്നെ ഈ പെട്ടെന്ന് ബ്രസ്റ്റിന് ഇതാവും, അതിന് സൈക്കോളജിക്കൽ കോസസ് ആണെങ്കിൽ നമുക്ക് പറ്റിയ മെഡിസിൻസ് ആണ് ഇഗ്നേഷ്യ, സെപ്പിയ, നാട്രമോർ. ഇഗ്നേഷ്യ ആണെങ്കിൽ ഇഗ്നേഷ്യയുടെ മെന്റൽ സിംറ്റം കൂടി നമ്മൾ നോക്കണം. ഇഗ്നേഷ്യക്ക് ആണെങ്കിൽ സഡൻ ഇമ്പൾസ് ആയിരിക്കും, അവർക്ക് എടുത്തെടുത്ത പോലെ ഒരു പെട്ടെന്ന് അവർ തിരിച്ചതായിട്ട് ഇത് ചെയ്യുന്നു. അവർക്ക് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇഗ്നേഷ്യ കൊടുക്കാം. അതേസമയം സെപ്പിയ ആണെങ്കിൽ അവർ ഇൻഡിഫറൻ്റ് ആയിരിക്കും, അവർക്ക് ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല. അതേസമയത്ത് നാട്രമോർ ആണെങ്കിൽ ദേ വിൽ കൺസീൽ എവരിത്തിങ്, അവരൊന്നും നമ്മളോട് വിട്ടു പറയില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ മെഡിസിൻ കൊടുക്കാം. പിന്നെന്താ, ഫൈബ്രോ അഡിനോമയ്ക്ക് ആണെങ്കിൽ നമുക്ക് കൊണിയമാണ് എനിക്ക് അധികവും കിട്ടിയേക്കുന്നത്, കൊണിയവും വയറ്റിലൊക്കെ. പിന്നെ കാർബാനിമാലിസും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്, അത് അത്രയും ഇൻഡിക്കേറ്റർ ആയിട്ട് വരികയാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ആക്സിലറി ഗ്ലാൻസും കൂടി അല്ലാതായിട്ട് വരുന്നതിന് ബാഡിയാഗയും കൂടി നല്ല മെഡിസിനാണ്. ആദ്യം കാർബാനിമാലിസ് പറഞ്ഞില്ലേ ഞാൻ, കാർബാനിമാലിസും ബാഡിയാഗയും. ഇത് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു തന്നതാണ്. പിന്നെ ഈ ഗ്ലാൻഡുലർ എൻലാർജ്മെന്റിന് നമുക്ക് പറഞ്ഞില്ലേ എല്ലാ അയഡൈഡ് കലർന്ന എല്ലാം. ഇപ്പൊ കാലി അയഡൈഡിനെ പറയുകയാണെങ്കിൽ കാലി അയഡൈഡ് ലിക്വിഫൈ ചെയ്യും എന്നാ പറയണത് നമുക്ക് ഏത് ഇതാണെങ്കിലും. പിന്നെ കൽക്കേരിയ ഫ്ലോറ്, ലാപ്പിസ് ആൽബ, അതൊക്കെ സാന്ത പറഞ്ഞു തരാൻ കേട്ടോ, അതേ ഇവിടെ മെസ്സേജ് അയക്കാണ്. പിന്നെ കൽക്കേരിയ, സൾഫൈഡൈഡ്, ആഴ്സൈഡൈഡ്, സ്റ്റാനമൈഡൈഡ് ഒക്കെ കൊടുക്കാം. പിന്നെ ഈ കീലോയിഡ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗ്രാഫൈറ്റിസ് കൊടുക്കുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് കോസ്റ്റിക്കം, തയോസിനാമിനം, ഹൈഡ്രാസ്റ്റിസ്. അതുപോലെ തന്നെ കുഞ്ഞ് ബ്രസ്റ്റ് ഇത് ചെയ്യുമ്പോൾ ബ്ലഡിന്റെ കളറിലുള്ള ഒരു ഡിസ്ചാർജ് ആണ് വരണതെന്ന് പറയുകയാണെങ്കിൽ മില്ലിഫോളിയം, ഹെമാമിലിസ്, അരിഷ്ലോക്കിയ, അസ്റ്റേരിയസ് റൂബൻസ്, സൈലീഷ്യ. ഒന്നുകൂടെ പറയണേ.
ബ്ലഡ് ഡ്യൂറിങ് വീനിങ്. ആ ഒരു ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലഡ് ആയിരിക്കില്ല. ഒരു കുട്ടി നമ്മൾ കുഞ്ഞു പാല് കുടിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒഴിക്കുന്നത് ഒരു റെഡിഷ് കളർ ഉണ്ടാവുന്നതായിരിക്കും അമ്മമാര് സാധാരണ പറയുന്നത്. അല്ലാതെ ഡാർക്ക് ബ്ലഡ് എന്ന് പറയാറില്ല. എനിക്ക് കേസ് വന്നിട്ടില്ല. ഹമാമിലിസ്, മില്ലിഫോളിയം, അസ്റ്റേരിയ റൂബൻസ്, സൈലീഷ്യ. അതുപോലെ തന്നെ മെനോപോസൽ ഏജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്രസ്റ്റിൽ നിന്ന് ഡിസ്ചാർജ് വരുന്നതിന് ലാക്സിസ്, ക്രിയോസോട്ട്, മെക്സോട്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ രാമകൃഷ്ണൻ, പാലക്കാട് നിന്നൊരു ഡോക്ടറാണ്. ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഡോക്ടർ രാമകൃഷ്ണൻ. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ അതിലൊന്ന് ഓടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആംബുട്ടേഷൻ ഓഫ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ അവർ നമ്മളോട് ഒന്ന് പറയുമല്ലോ, ഇങ്ങനെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്തിരി ഒരു പേടിയും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ് തലേ ദിവസം, അതായത് നാളെയാണ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ തലേ ദിവസം, പിന്നെ അതുപോലെ തന്നെ ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന ആ മോർണിംഗിലും, അതുപോലെ തന്നെ ഇത് ഈ റിമൂവ് ചെയ്യാൻ പോകുന്ന ജസ്റ്റ് ബിഫോർ ആർണിക്ക 30 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ റിമൂവൽ കഴിഞ്ഞിട്ട് ഹമാമിലിസ് 30 കൊടുക്കുക. ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല എന്നാ പറയണത്. മനസ്സിലായോ? ബ്രസ്റ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ തലേ ദിവസം ഈവനിങ്ങിൽ, അതുപോലെ തന്നെ ആ റിമൂവ് ചെയ്യുന്ന ദിവസം മോർണിംഗിൽ, പിന്നെ റിമൂവ് ചെയ്യാൻ 11 മണിക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ്, അത് കഴിഞ്ഞ് ആഫ്റ്റർ റിമൂവൽ ആർണിക്ക 30 കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹമാമിലിസ് 30 കൂടി കൊടുക്കുക. പിന്നെ അതുപോലെ ഞാനൊരു ഇത് വായിച്ചാണ്, പ്രിവെൻഷൻ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ, തൂജ 200 എവറി ഡേ മോർണിംഗ് ഫോളോഡ് ബൈ കൽക്കരിയ ഫ്ലോർ 6x 3 times ഡെയിലി. പിന്നെ ബ്രസ്റ്റിന് എന്ത് കംപ്ലൈന്റ് വരികയാണെങ്കിലും അവരോട് പൊമാഗ്രനേറ്റ് കഴിക്കാൻ പറയണം. പൊമാഗ്രനേറ്റ് ജ്യൂസ്, മാതളനാരകത്തിന്റെ ജ്യൂസ്, അതില് ഒരു ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പോലെ അതിലത്തെ ആ ഇതുണ്ടല്ലോ, സീഡ്സ്, ബ്രസ്റ്റില് ആ ഒരു ഗ്ലാൻഡ് പോലെ തോന്നുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് തോന്നുന്നു. ഞാൻ എവിടെയോ വായിച്ചതായിട്ട് തോന്നുന്നില്ല. പിന്നെ ബ്രസ്റ്റിന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു അറപ്പ് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു അൾസർ വരികയാണെങ്കിൽ അതിനെ ഹെലിയാന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെലിയാന്തസ് ടിഞ്ചർ എന്താ പറയുമ്പോ സൺഫ്ലവർ ആണ് ഹെലിയാന്തസ്. അതുപോലെ തന്നെ ഫൈബ്രോ അഡിനോമയ്ക്ക് ബേസിലസ് 3 പറ്റേഴ്സന്റെ ബവനോസോട്, അതുപോലെ തന്നെ കാലിയായിട്ട് ഇടും. ബേസിലസ് 7 ഡോക്ടർ എഴുതിയേക്കുന്നത് റിലാക്സ്ഡ് ഫൈബറസ് ടിഷ്യൂ വിത്ത് എ ടെൻഡൻസി ടു ഫോം റൊമാറ്റിക് നോഡ്യൂൾസ് ആൻഡ് അതർ ഫോംസ് ഓഫ് നോഡ്യൂൾസ്. അതുപോലെ കാലിയായിട്ട് ഇസ് നോൺ ആസ് ദി ലിക്വിഡ് നൈഫ്. It does absorb gummatous tumor of these organs, including the brain. ബ്രെയിനിൽ വന്നാൽ പോലും ഇങ്ങനെ ഇടുന്നു. ശാന്തി, അത് വായിക്കാൻ പറ്റില്ല. ഒന്നുകൂടെ അത് അയക്കൂ. അയച്ച മെസ്സേജ് വായിച്ചപ്പോഴത്തേക്കും പോയി. ഇത്രേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ അറിയാമേ. ഇനി നിങ്ങളൊക്കെ കൂടെ പൂർത്തിയായിരിക്കും. 10 മണിയായി. എൻലാർജ്ഡ് മമ്മെ കാൽക്കരിയ കാർബ് 13 ചിമാഫില ടിഞ്ചർ എന്നാണ് എഴുതിയത്. ഏതാ? എൻലാർജ്ഡ് മമ്മെ
ആ അതിന് കാൽക്കേരിയ കാർബ് 30 കീമാഫില ടീച്ചർ അല്ലേ? ചെയ്തത്. ആ അപ്പൊ അത് ചോദിച്ച ഇതിന് ആൻസർ പറഞ്ഞ. ഇനി നമുക്ക് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ. അൽക്കേരിയ കാർബ് 30 BD കൊടുത്തിട്ട് ചിമാഫില ടിഞ്ചർ കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോ പിന്നെ സിമാഫില 30 കൊടുക്കാം. വ്യത്യാസമുണ്ട്. അത് എന്തായാലും അത് കുറയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, കുറയ്ക്കാൻ. ഇപ്പൊ ശൈല ചോദിച്ചില്ലേ സൈസ് എനിക്ക് ഇങ്ങനെ പോയിന്റ്സ് പറഞ്ഞ കൂട്ടത്തിനിടയ്ക്ക് എബ്രഹാം വൈദ്യം പറയണ്ടായി. അത് ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികള് ഈ ബ്രസ്റ്റിന്റെ സൈസ് ഇതാക്കാനിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യുക. അതിന്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന് മനസ്സിലാവില്ല. പാരന്റ്സ് ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. അതാണ്, അങ്ങനെയാണ് വരുന്നത്. ഈ പിള്ളേർ ഇങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതൊക്കെ കൊള്ളില്ല എന്നുള്ളത് നമ്മള് ഫാമിലി ഡോക്ടർ ആണെങ്കിൽ നമ്മളോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഒരിക്കലും സമ്മതം കൊടുക്കരുത്. ഡോക്ടർ എബ്രഹാം വൈദ്യൻ കോസ്റ്റ് ആണ്. ഡോക്ടർ പറയണ്ടേ വിളിച്ച മറിയാമ്മ പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തു. ഡോക്ടർ എന്തെങ്കിലും പറയാനായിട്ട് വളരെ നാളുകളായി ഡോക്ടറുടെ ശബ്ദം കേട്ടിട്ട് ഏതായാലും സന്തോഷമുണ്ട്. ഡോക്ടറുടെ അഭിപ്രായം കൂടെ പറയാമോ? എബ്രഹാം വൈദ്യൻ, ഗുഡ് ഈവനിങ്. എന്നെ സഹായിക്കാൻ വന്നതിന് സന്തോഷം. എന്തെങ്കിലുമൊക്കെ പറയാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ മതി. വീഡിയോ ഓൺ ചെയ്യുക എബ്രഹാം. എനിക്ക് ഓപ്പൺ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ആ ആ ആ ഇപ്പൊ കണ്ടു. ആ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പോയി കിടക്കുമായിരുന്നു. ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസം കാണുന്നു. എനിക്ക് കാണുന്നില്ല മൈക്ക്. അൺമ്യൂട്ട് ചെയ്തു, പക്ഷെ വരുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല, കാണാം. വീഡിയോ ഉണ്ട്, ശബ്ദമുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട്. കേൾക്കുന്നുണ്ടോ? കാണുകയും ചെയ്യും. ആ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് വൈദ്യൻ. ഓക്കെ. ഞാൻ ഇന്നലെ ഡിസ്കഷൻ സമയത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി കയറിയെന്നേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് എന്ത് കേൾക്കാൻ പറ്റിയ സൗകര്യങ്ങളില്ല, ഇപ്പോഴും ആയിട്ടില്ല. പറ്റുന്ന ദിവസങ്ങളിൽ കയറാമെന്ന് മാത്രം. ഇന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ഓക്കെ, നന്ദി. താങ്ക് യു. ഏതായാലും വീണ്ടും നന്ദി. ശ്രീ കുറുപ്പ് സാറുണ്ട് കേട്ടോ മറിയാമ്മേ. കുറുപ്പ് സാറ് പറയും. സാറിന് കൊടുക്കും. കോഹോസ്റ്റ് ആണല്ലോ, സാറിന് പറയാം. എന്താ പറയുന്നത്? മുക്കാലിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നേലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാവുന്നുള്ളത്. എന്തേലും വിട്ടുപോയിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ പറയാം. അത് പറയൂ കുറുപ്പേ, അത് പറയൂ. എന്തോ ഞാനോ, എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല കുറുപ്പേ. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞങ്ങൾക്കൊരു ഇത്, ഇന്ന് രാവിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിന്റെ വെഡിങ് ആയിരുന്നു. അതിന് പോലും പോവാതെയാണ് ഞാൻ വൈകുന്നേരം വന്നിട്ട് പിന്നെ വൈകുന്നേരം പോയി. ഇത് പറഞ്ഞാണോ എന്ന് എനിക്കറിയാൻ മേലെ. ഇടയ്ക്കിടയ്ക്ക് എന്റെ കട്ടാകുന്നുണ്ടായിരുന്നു. എന്നാണെന്ന് അറിയാൻ മേലെ. ഇവിടുത്തെ ആണോ? എന്തായാലും കുറുപ്പ് പറഞ്ഞോളൂ. നെയ്യപ്പത്തിന് ഇത്തിരി നെയ്യ് കൂടിപ്പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അറിവത്തിരി കൂടിക്കോട്ടെ. ഈ മുഴകൾക്കും ഇതിനൊക്കെ കൊടുക്കാവുന്ന മരുന്നാണ് സ്ട്രോഫിലേറിയ. പറഞ്ഞാണോ? ഇല്ല, പറഞ്ഞില്ല. സ്ട്രോഫിലേറിയ നമ്മുടെ ജയകുമാറിന്റെ ഇമ്പോർട്ടന്റ് മെഡിസിൻ ആണത്. പിന്നെ സ്തനാർബുദത്തിന് കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് ടരണ്ടുല. ക്യാൻസറിന്. സ്ക്രോഫിലേറിയ എന്തിനാ പറഞ്ഞത് സാറേ? സ്ട്രോഫിലേറിയ പറഞ്ഞത് മുഴകൾക്കാ. അതിന് മദർ ടീച്ചറാണ് കൊടുക്കുന്നത്. 10 മണി വീതം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. വേറെ ഇൻഡിക്കേറ്റഡ് മരുന്നിന്റെ കൂട്ടത്തിൽ അത് കൊടുത്താൽ വേഗം കുറവ്. അഡിനോമ വരുമ്പോഴേ. അതെ.
പിന്നെ അഡിനോമയ്ക്കും ക്യാൻസറിനും വരും അത് സ്ക്രോഫുലേരിയ. ആ അത് അതെ, തന്നെ കോക്ലിയറിയ. മരത്തെ സ്ഥാനത്തിൽ മുലക്കണ്ണിന് താഴെയായി തുളച്ചു കയറുന്ന പോലെയുള്ള വേദന വന്ന സാങ്കുനേറിയ. ഉം. അത് തോളിലോട്ടും അതുപോലെ ബിഫോർ മെൻസസും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. കേൾക്കാമോ? കാരണം ആ കേൾക്കാം. കേൾക്കാം ഞാൻ- സാറേ. എന്റെ ഞങ്ങള് കേൾക്കുന്നുണ്ട്, സാറ് പറഞ്ഞോളൂ. ആ ആ. പിന്നെ ബാക്കി പലതും പറഞ്ഞു തന്നെയായിരിക്കുള്ളത്. അത് പറയാത്ത ഏതാണെന്ന് എനിക്ക് ചിലതൊന്നും ഞാൻ കേട്ടില്ല. പറഞ്ഞോളൂ കുറിപ്പേ, ഞങ്ങള് പിന്നെ നോട്ട് ചെയ്തോളാം. ഇതിന് ഇഞ്ചുറി കൊണ്ടുണ്ടാകുകയാണെങ്കിൽ ഒന്ന് ബെല്ലിസ് പെരണിസ് അത് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടില്ല. ഇല്ല പറഞ്ഞില്ല. ആ പിന്നെ ശോഷിച്ചു വരുന്നതിന് ഒണയമ്മ കൊള്ളാം, ഡൽക്കമറ കൊള്ളാം, അയോഡം കൊള്ളാം, ചീമാഫില അതും കൊള്ളാം. ഇതെല്ലാം ഈ പറഞ്ഞു പറഞ്ഞാന്ന് എനിക്കറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു. പറഞ്ഞോളൂ കുറിപ്പ് പറഞ്ഞോ. നമുക്ക് പറഞ്ഞില്ലായിരുന്നു. ഡൽക്യാമറ പറഞ്ഞില്ല. ഡൽക്യാമറ പറഞ്ഞില്ല. പിന്നെ ഇത് സിറിനം പറഞ്ഞോന്ന് അറിയത്തില്ല. ഈ ആർബുദത്തിന് സിറിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ക്യാൻസർ ഓഫ് ബ്രസ്റ്റ് അധികം എടുത്തില്ല കുറിപ്പേ. പിന്നെ ഈ പാലിയേറ്റീവിന് ഏറ്റവും നല്ലത് ഞാൻ പ്രിവെന്റീവായിട്ട് കൊടുക്കുന്ന കാൽക്കറി കാർബൺ. ചിലർക്ക് ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്, ഈ സ്പ്രെഡ് ആകാൻ. അതിനെന്നാ പറയുന്നത്, കാൽക്കറി കാർബണിന് കഴിവുണ്ട്. ഒരുപാട് കേസുകൾ ഞാൻ 100 ചില്ലാനം കേസുകൾ അതിൽ പകുതി കൂടുതലും ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. 10-30 വർഷമായി. അതിലൊരു വല്യമ്മ 103 വയസ്സായ വല്യമ്മ ജീവിച്ചിരിപ്പുണ്ട് 30-40 വർഷം മുമ്പ്. ഞാൻ ഇടയ്ക്ക് വിളിക്കും. കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തത് ആക്ഷൻ ഉണ്ടോ എന്ന് അറിയണ്ടേ. പിന്നെ വേദനയോട് ഇല്ലാതെ മരിക്കണമെങ്കിൽ ആർസറി കാർബ് ഡയറ്റ് ക്യാൻ ബി എക്സ്റ്റൻഡഡ്, സഫറൻസ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. അതൊക്കെ പറഞ്ഞോ ഇല്ലയോന്ന് എനിക്കറിയത്തില്ല. ഇല്ല ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല കുറിപ്പേ. എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. എന്നെ ഇന്നലെ ഇവരൊക്കെ സഹായിച്ചുകൊണ്ട് ഞാൻ ഇത്രയെങ്കിലുമൊക്കെ പോയിന്റ്സ് എഴുതി വെച്ചതാ. പിന്നെ അയോഡൈഡ് എല്ലാ മെഡിസിനും പറഞ്ഞു. പ്ലംബ് അയോഡൈഡ് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പ്ലംബം അയോഡൈഡ് പറഞ്ഞില്ല. പിന്നെ ഒരു ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാവുന്ന വേറൊരു മെഡിസിനാണ് തൈറോയിഡിന്. പിന്നെ എല്ലാം ഒക്കെ പറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നു. ഞാനിവിടെ കേട്ടോണ്ടിരിക്കുകയല്ലേ. പിന്നെ പറയാത്തതൊക്കെ തന്നെയാണ് പറയുന്നത്, വെറുതെ പറയാണ്, കേട്ടില്ല കേട്ടാ. എന്നാ എല്ലാം പറയാത്തതൊക്കെ തന്നെയാണ് പറയുന്നത്. കുറെയൊക്കെ കേട്ടു, കുറെ കേൾക്കാറുണ്ട്. ഇടയ്ക്ക് ഇവിടെ കണക്ഷൻ പോയി. പിന്നെ ഞാൻ ഇതിൽ കയറാവോന്ന് നോക്കി. മിൽക്ക് ബ്ലഡി ആയിട്ട് പറഞ്ഞ പിന്നെ ബ്രോമിയും ക്യാൻസർ ബ്രസ്റ്റിന് നല്ലതാണ്. ബുഫോറാണോ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞതാണല്ലോ. പിന്നെ ഞാൻ എല്ലാത്തിന്റെയും കൂട്ടത്തിൽ കാൽക്കറിയ ഫ്ലോർ കൊടുക്കാറുണ്ട്. അതൊരു നല്ല. 6X ആണോ? ഞാൻ 6X ടോളറൻസ് കൊടുക്കും. ഞാൻ അഡിനോക്സിൻ അങ്ങനെ ഇതായിട്ടുള്ളതാണെങ്കിൽ കൽക്കരിയ കാർബും, ഡിസ്ചാർജ് വരികയാണെങ്കിൽ കൽക്കരിയ സൾഫ് അല്ലെങ്കിൽ കാലി സൾഫാണ് കൊടുക്കുക. പിന്നെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ലേഡി വിത്ത് വെരി ലാർജ് ബ്രസ്റ്റ് എന്നല്ലേ അത്? ചെറുതിനും കൊടുക്കൂ? അത് ലാർജ് ബ്രസ്റ്റ് പെട്ടെന്ന് കുറയുന്നുണ്ട്, ഇലക്ട്രോഫി പോലെ വരികയാണെങ്കിൽ കീമോഫില നല്ല മെഡിസിനാണ്. പിന്നെ സോറിനും ഒരു ഇന്റർ കറന്റ് മെഡിസിൻ ആയിട്ട് കൊടുക്കാം, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ. പിന്നെ സബാഡ് സെറിലേറ്റ പറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞു. അത് ഞാൻ കേട്ടില്ല. അതാ ഞാൻ പറഞ്ഞ കേട്ടില്ല എന്ന് പറഞ്ഞു. ഈ ചിലർക്ക് ഞാൻ ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. മെൻസസ് ടൈമിൽ സ്വെല്ലിങ് വരും ബ്രസ്റ്റ്. അങ്ങനെ വരുവാണെങ്കിൽ സൈക്ലാമിന മെഡിസിൻ. ചിലപ്പം അതിൻ്റെ അകത്ത് മിൽക്ക് വരും, നിപ്പിളിൽ കൂടെ മിൽക്കും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന് ഇവിടെ കിട്ടുമെന്ന് എന്നോട് ചോദിക്കാൻ പണ്ടങ്ങാണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു മെഡിസിനാണ് ഒയാനം
ഗ്രേക്കോ എന്ന് പറയുന്ന ഫിനു ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് ഫെനുഗ്രീക്ക് ഏഹ് അത് നമ്മുടെ ഉലുവയാണ് കുറിപ്പ്. എന്നാണെന്ന് എനിക്ക് അറിയില്ല. ഫെനുഗ്രീക്ക് ടീച്ചർ കിട്ടും. അതെ. അത് ഹോർമോണൽ ഇംബാലൻസ് പ്രൊമോട്ട് ബ്രസ്റ്റ് എൻലാർജ്മെന്റ് ആൻഡ് ഫെർമ്നെസ്. ഈ കണ്ടമാനം ഇങ്ങനെ തുടിഞ്ഞു കിടക്കുന്നതിനും പിന്നെ അതൊരു ഫെർമ്നെസ്സിനും ഒക്കെ സൗന്ദര്യവർദ്ധന ആണ്. ആഹാ. വളരെ നല്ല ഒരു മെഡിസിനാണ്. അത് ശരി. ഞാൻ ഗ്രാഫൈറ്റിസ് ഒക്കെ പറഞ്ഞ അത് ഞാൻ കേട്ടതാണ്. പെയിനിന് ഹമാമിലിസ് പറഞ്ഞു. പിന്നെ ഹോങ് നാൻ എന്ന് പറയുന്ന ഒരു മദർ ടീച്ചർ ഉണ്ട്. അത് ക്യാൻസറിന് നല്ലൊരു മെഡിസിനാണ്. ആയിട്ടുള്ള അതൊരു അഴുക്ക് മണമൊക്കെ വരും, ചീഞ്ഞ മണമൊക്കെ വരും. അത് മദർ ടീച്ചറാണ് കൊടുക്കുന്നത്. പിന്നെ പൈറ്റാസ്റ്റിസ് പറഞ്ഞു, അയഡം പറഞ്ഞു, ക്രിയോസോട്ട് പറഞ്ഞു. അസഫെറ്റിഡ പറഞ്ഞോ? അസഫെറ്റിഡ എന്തിനാണ് മാഡം, എന്തിനാണ് ഉപയോഗിക്കുന്നത്? മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ ഡിസ്ചാർജിന്. മിൽക്ക് കുറയുന്നതിന് ഒഫൻസീവ് ഡിസ്ചാർജ്. അത് കൂടാതെ മിൽക്ക് കുറഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾക്കും അത് കൊടുത്താൽ മിൽക്ക് ഉണ്ടാവും. അസപ്പോയിറ്റഡ് എന്റെ കാരണം പറയുന്നത്. വേറെ എവിടെയും ബുക്കിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയാൻ മേല. അസഫോയിറ്റഡ് ടിഞ്ചറോ? ഞാൻ പൊട്ടൻസി കൊടുക്കും. പിന്നെ അറിയത്തില്ല. ലാക്കനൈനം ബിഫോർ മെൻസസ് വേദന വരും ബ്രസ്റ്റില്. കൽക്കേരിയ കാർബൊക്കെ പറഞ്ഞു. അതെ ലൈക്കോപ്പൊടിയൊക്കെ പറഞ്ഞാണെന്ന് തോന്നുന്നു. ലൈക്കോപ്പൊടിയും പറഞ്ഞായിരുന്നു. ലൈക്കോപ്പൊടിയും പറഞ്ഞില്ല. ലൈക്കോപ്പൊടിയും ബിഫോർ മെൻസസ് വേദന ഉണ്ടാവോ? ബ്രസ്റ്റ് ഡു നോട്ട് ഡെവലപ്പ് ഇൻ യങ് ഗേൾസ് വെൻ അത് നമ്മുടെ മുസ്തഫ വന്നിട്ടുണ്ട്. കുറിപ്പേ, നമ്മുടെ മുസ്തഫ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മൃഗങ്ങൾക്ക് ബ്രസ്റ്റിന് എന്തെങ്കിലും ഇത് വരുമ്പോ എന്തൊക്കെയാ കൊടുക്കാന്ന് മുസ്തഫ പറഞ്ഞുതരും. ഓക്കെ, എന്നൊരാട്ടെ ഞാനിവിടെ നിർത്തുക. ഓക്കെ സാറ് നിർത്തണ്ട, സാറ് പോകണ്ട. അതെ, മുസ്തഫ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇനി വരും സാറിലെ. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി 30 മിനിറ്റ് ഉണ്ട്. അല്ല, 20 മിനിറ്റ് ഉണ്ട്. മുസ്തഫ ഡോക്ടറോട് പറയാൻ പറയൂ മറിയാമ്മേ. മുസ്തഫ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രസ്റ്റിലെ മാസ്റ്റൈറ്റിസ് ഉദ്ദേശിക്കുന്നത് അതല്ലേ? മാസ്റ്റൈറ്റിസ്, പിന്നെ ഗാംഗ്രീനസ് മാസ്റ്റൈറ്റിസ് ഉണ്ട്. അഡറിന്റെ ടിഷ്യൂ കംപ്ലീറ്റ് സ്ലഫ് ചെയ്ത് പോകുന്ന ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഫൈബ്രോസിസ് ഒരു മെയിൻ പ്രശ്നമാണ്. നമുക്കിപ്പോ ഒരു കേസ് ഒന്നിനെ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുന്ന ഒരു കേസ് ഉണ്ട്. ഞാൻ പലതും കൊടുത്തു നോക്കി. അത് ഫൈറ്റുലാക്ക മദർ ടിഞ്ചറിൽ സൂച കൊടുത്തു നോക്കി, എന്നിട്ടൊന്നും അങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഭയങ്കര ഹാർഡായിട്ട് പറ്റും. ഫ്ലോറ്. പിന്നെ അതുപോലെ തന്നെ കാലിയൈഡൈഡ് ലിക്വിഫൈ ദ ഹാർഡ് സബ്സ്റ്റൻസ് ഉണ്ട്. കാലിയൈഡൈഡ് സ്റ്റോണി ഹാർഡ്നെസ്സിന് ബ്രോമിയം കാലിയൈഡൈഡ് കിട്ടാനുണ്ട് റിസൾട്ട്. കിട്ടുന്നുണ്ട്. അത് ഏത് പൊട്ടൻസിയാണ് പറയുന്നത്? 200. പൊട്ടാസ്യം ഗ്രൂപ്പ് എപ്പോഴും 200 ആണ് നല്ലത്. എഴുതി നോക്കട്ടെ. കാലിയൈഡൈഡ്. അത് റിപ്പീറ്റേഷൻ വേണോ? കൽക്കേരിയ ഫ്ലോറും റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണം. BD. അതൊന്ന് ശ്രമിച്ചു നോട്ടെ. തിരുവനന്തപുരത്തൊരു കേസാണത്. മറിയാമ്മ ഡോക്ടർ പറഞ്ഞിട്ട് വന്നൊരു കേസാ. തിരുവനന്തപുരത്തുള്ള അവിടെ ഒരു ഇഷ്യൂ ഇങ്ങനെ. ക്രിസ്തുദാനോ? ബാക്കിയൊക്കെ കേസൊക്കെ റെഡിയായി. പക്ഷെ ഈ ഒരു ഫൈബ്രോസിസ് അവിടെ ക്ലിയറായി
കാലിയായിട്ടൊന്നും കൊടുത്തു നോക്കൂ. അത് ഈ ലിക്വിഫൈ ചെയ്ത് ഹോമിയോപ്പതി ഒരുപാട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ബാക്കി കേസൊക്കെ ഡയറക്റ്റ് ഹോമിയോപ്പതി വന്നു. ഈ ഒരു കേസ് അലോപ്പതി ഒരുപാട് ചെയ്തിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. മുസ്തഫ, കാലി അയഡൈനെ പറയുന്നത് ലിക്വിഡ് നൈഫ് എന്നാണ്. ലിക്വിഡ് നൈഫ്. അതൊന്ന് കൊടുത്തു നോക്കൂ. പെടുന്ന സാധനങ്ങളല്ലേ കാലി ഗ്രൂപ്പ് ഒക്കെ? എന്തോ എന്തോ കാലി ഗ്രൂപ്പ് ഒക്കെ ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ട മരുന്നുകളല്ലേ? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളല്ലേ അധികവും? സാറ് ചോദിച്ചത് മാഡം കേട്ടില്ല. എന്തോ മുസ്തഫ ഡോക്ടർ ചോദിച്ചത് കാലി ഗ്രൂപ്പ് എല്ലാം ക്യാൻസറിന് വരുന്ന മരുന്നുകളല്ലേ? അങ്ങനെ എല്ലാം അത് വരുന്നില്ലല്ലോ. പൊട്ടാസ്യം ഗ്രൂപ്പ് അല്ലേ മുസ്തഫ? പൊട്ടാസ്യം അല്ലേ കാലി ഗ്രൂപ്പ്? കേക്കണ്ട? കാലി അയഡൈഡ് എന്തായാലും മുസ്തഫ ഡോക്ടർ മ്യൂട്ട് ആയിപ്പോയി. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. മുസ്തഫ ഡോക്ടർ മ്യൂട്ട് ആയിപ്പോയി. ഓക്കെ ഓക്കെ, റെഡി ആയില്ലേ? റെഡി. ഇറ്റ് അബ്സോർബ്സ് ഗമ്മോറ്റസ് ട്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. കാലി അയഡൈഡ് മാത്രമേ മാഡം പറയുന്നുള്ളതാണ്. കാലി സൾഫും ഇല്ലേ? കാൽക്കേരിയ ഫ്ലോർ അല്ല, അയഡൈഡ് കൊടുത്തിട്ട് കാൽക്കേരിയ ഫ്ലോറും കൂടെ കൊടുത്താല്, കാൽക്കേരിയ ഫ്ലോർ 3x കൂടി കൊടുത്താൽ നല്ല എഫക്റ്റ് കിട്ടുമായിരിക്കും. നോക്കട്ടെ. അതെ, എന്നിട്ട് വിവരം പറയണേ. അവിടുന്നാണ് എനിക്ക് പാല് കൊണ്ടുവരുന്നത്. ആണോ? ഇനി എന്തെങ്കിലും സാറിന്റെ അനുഭവങ്ങള്, മൃഗങ്ങളിലുള്ള അനുഭവങ്ങള്, ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പക്ഷെ നല്ല റിസൾട്ട് ഒക്കെ കിട്ടാറുണ്ട്. തീരെ അങ്ങ് ബ്ലഡ് സർക്കുലേഷൻ നിന്നിട്ട് അത് സ്ലഫ് ചെയ്ത് പോകുന്ന കേസൊക്കെ ക്യൂർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് കാൽക്കേരിയ ഫ്ലൂറിക്ക തന്നെയാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. പിന്നെ ലഡംപാലും കൊടുക്കാറുണ്ട്, ആർണിക്കയും കൊടുക്കാറുണ്ട്. പാല് കൂടാൻ എന്ത് കൊടുക്കും മുസ്തഫ? പാല് കൂടാൻ കുറെ മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് റെസിനസ് കമ്മ്യൂണിസ്റ്റ് കൊടുക്കും, പിന്നെ ആഗ്നസ് കാറ്റസ് കൊടുക്കാറുണ്ട്, പിന്നെ പൾസാറ്റിലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നല്ല മെഡിസിനാണ്. നമ്മള് ലാക് ഡിഫ്ലറാറ്റ് പശു പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ പാല് കൊടുക്കുക. പട്ടേൽ ഡോക്ടറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മരുന്നാണ് അത്. പട്ടേൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പട്ടേൽ ഡോക്ടറിന്റെ നല്ലതാണ് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് സ്കിംഡ് മിൽക്കാണത്. ശാന്താചന്ദ്രൻ മാഡം പൊട്ടൻസി കൂടെ പറഞ്ഞില്ല. പൊട്ടൻസി 200 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്തൊക്കെ പശു പാല് ഇപ്പൊ ഒരു പ്രസവിച്ച പാല് കൊണ്ടെന്ന് പറഞ്ഞ അടുത്ത പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പട്ടേൽ ഡോക്ടറിന്റെ ഒരു സെമിനാർ കേട്ടത്. എനിക്ക് അതേ സമയത്ത് പാല് വറ്റാൻ നമ്മള് ലാക്കനൈനും ജെൽസിനും പാല് കൂടാൻ നമ്മുടെ രാധാകൃഷ്ണൻ ഉണ്ടല്ലോ. രാധാകൃഷ്ണ, ഗുഡ് ഈവനിങ്. എന്തെങ്കിലും ഒന്ന് പറയൂ രാധാകൃഷ്ണ. ഈ രാധാകൃഷ്ണനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കേസ് ടേക്കിംഗ് ഒക്കെ നമ്മൾ എടുക്കണ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ അന്തം വിട്ടുപോകും. എനിക്ക് 50 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെന്ന് പറയാനേ ഉള്ളൂ. ഇത് ഓരോ കേസ് എടുക്കുമ്പോ അതിലേക്ക് വന്നിട്ട് ഞങ്ങളൊരു 5-6 കേസ് അയച്ചിട്ടുണ്ട്. എല്ലാം സക്സസ് ആയിട്ടുണ്ട്. ഒരു കേസ് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു, എനിക്ക് തന്നെ പേടിച്ചു പോയി. എന്റെ ഫ്രണ്ടാണ്,
പേടിച്ചു പോയി. എനിക്ക് ഞാനൊരു 2-3 ദിവസത്തിനുള്ളിൽ ഞാനൊരു ബാഡ് ന്യൂസ് പോലും പ്രതീക്ഷിച്ചതാ. ഇപ്പതേ നല്ല നല്ല മിടുക്കത്തി കുട്ടിയായിട്ട് എൻ്റെ ഇവിടെ തന്നെ, എൻ്റെ വീട്ടിൽ തന്നെ, ക്ലിനിക്കിൽ തന്നെ വന്നു. ഡോക്ടറാണ്. ഒന്ന് ഫേസ് ഒന്ന് കാണട്ടെ, ആളെ അറിയുമോന്ന് അറിയാനാ. അറിഞ്ഞിരിക്കും. ഏത് പേര്? കാണത്തില്ല. ഡോക്ടർ നിതീഷ് എന്ന് പറഞ്ഞാണ് കുറുപ്പേ. ഡോക്ടർ പി നിതീഷ്. ഡോക്ടറുടെ മോന്റെ ഫോണിലാ കയറിയേക്കണേ. അമ്പാടി അമ്മ വന്നിരുന്നപ്പം മുതല് രാധാകൃഷ്ണൻ 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 എന്ന് പറയും. എന്തായാലും ആളിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. എന്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. ഞങ്ങള് ദിവസവും 2 മണി മുതൽ 4 മണി വരെ ഇത് പറയും, എന്താണ്, ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ കേസസ്, ഞങ്ങൾക്കൊക്കെ ഉള്ള ഓരോ കേസസ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ അത് എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു തരും. ഇപ്പൊ രാധാകൃഷ്ണൻ ഒരു കേസ് ടേക്കിങ്ങിന്റെ ഒരു ക്ലാസ് തന്നെ നടത്തുന്നുണ്ട്. അത് 6 hours അല്ലേ രാധാകൃഷ്ണ? മ്യൂട്ടാണ് രാധാകൃഷ്ണൻ. കേട്ടാ, മ്യൂട്ടല്ല, പക്ഷെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് എന്തോ വോളിയം കറക്റ്റ് അല്ല ഡോക്ടറെ. ഞാൻ ലാപ്ടോപ്പിൽ നിന്നാ കയറിയിരിക്കുന്നത്, അതാണ് സൗണ്ട് കുറയുന്നത്. ലാപ്ടോപ്പിലാണ് കയറിയേക്കുന്നില്ലേ? നല്ല സൗണ്ട്, ലാപ്ടോപ്പിലെ സൗണ്ട് വോളിയം കൂട്ടിയാ മതി. നോക്കട്ടെ. ഇപ്പോഴോ? ഇപ്പൊ കുറച്ചുകൂടെ കേൾക്കാം. ഓക്കെ. അപ്പൊ എന്താ, ഞാൻ ആദ്യമായിട്ട് കയറാണ്. എന്തായാലും ഡോക്ടർ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടല്ലോ അല്ലേ? അപ്പൊ ഇന്ന് ബ്രസ്റ്റിലുണ്ടാവുന്ന അസുഖങ്ങളാണ് ഇന്നത്തെ വിഷയം. അപ്പൊ ഡോക്ടർ എന്തെങ്കിലുമൊക്കെ ഡോക്ടർക്കുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നന്നായിരിക്കും. ഏതാ ഇന്നത്തെ ടോപ്പിക്? ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ. ബ്രസ്റ്റ്. അത് ഡോക്ടർ ക്ലാസ്സിലിരിക്കട്ടെ. അതായത് ബ്രസ്റ്റിനെ പറ്റി, ബ്രസ്റ്റിലിപ്പോ ഞാൻ പറയണം. സിസ്റ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ബ്രസ്റ്റിലെ സിസ്റ്റ് വരുന്നത്. ബ്രസ്റ്റിന്റെ സിസ്റ്റോ? ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്ലാൻഡ്. ഒരു ഗ്ലാൻഡ് ആണ് ബ്രസ്റ്റ്. അപ്പൊ അതിലെന്താണ്? ഫൈബ്രസ് ടിഷ്യൂ, ഗ്ലാൻഡ്, അതാണ്. പിന്നെ നമുക്ക് അതിന് പല കാരണങ്ങളാണ്. അതായത് ഒരു ബ്രസ്റ്റിന്റെ ഡിസീസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്താണ്? ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോ ബ്രസ്റ്റ് ക്യാൻസറിന്റെ പേടി, അല്ലെങ്കിൽ അഡിനോമ, ഫൈബ്രോഡിനോമ. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ എടുക്കാനുള്ളത് ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ആണ്. ഒരു ഫിമെയിൽ എന്ന പാർട്ടില് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ്. ആ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഹൗ ഫാർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവിങ് ദ സെൽഫായിട്ട് തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ആണെങ്കിൽ പേഴ്സണാലിറ്റി ബേസ്, ദെൻ ഹോർമോണൽ ഇംബാലൻസസ്. അപ്പൊ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യണം. നമ്മുടെ ബോഡി ബ്രസ്റ്റ് വലുതാവാൻ പാടില്ല, ചെറുതാവാൻ പാടില്ല. അപ്പൊ there are enough types of hormonal methods we are employing to keep the personality. അതെല്ലാം ബോഡിയിൽ വേറെ വേറെ ഡാമേജ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ സാധാരണ whenever we are taking cases, ഒരു കേസ് എടുക്കുന്ന നേരത്ത് നമ്മൾ അതിൻ്റെതായ യൂഷ്വൽ കോഴ്സിൽ ഇൻ ഹൂം, ആരിലാണ്, ഏത് സാഹചര്യത്തിലാണ്, ഇൻ വിച്ച് സിറ്റുവേഷൻ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ്, അതിനെ എല്ലാത്തിനെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മളതിൽ അനാറ്റമിക്, ഫിസിയോളജി, പാത്തോഫിസിയോളജി, ഡ്രഗ്സ്, നമ്മളൊരു മെഡിസിൻ സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല പ്രശ്നം. ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഇൻ 5 stances. ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നത്. അപ്പൊ ഫിസിക്കലായിട്ട് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ പോസ്ചർ, ഒരാളുടെ പോസ്ചർ നോക്കിക്കൊണ്ട് വി ക്യാൻ ഐഡന്റിഫൈ, അല്ലെങ്കിൽ ദി ബിൽഡ്, കോംപ്ലക്ഷൻ. നമ്മളിതെല്ലാം കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ ഒരു രീതിയിൽ, ഇപ്പൊ ബ്രസ്റ്റിനെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലാൻഡാണ്. അതിൽ ബ്രസ്റ്റ് ഫീഡിങ് അതിൻ്റെ ഒരു പർപ്പസാണ്. അതിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്ലൈ ചെയ്യണം. അത് ഹോർമോൺ ബാലൻസിങ് ആണ്. പ്രഗ്നൻസി പീരീഡിൽ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ അതിനുള്ള പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ, ഇത്തരം ഹോർമോൺസ് എല്ലാം വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിന് വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് വരുമ്പോൾ എന്താണ്? ഇപ്പൊ ലാക്ടിഫറസ് ഡക്റ്റിലെ ബ്ലോക്ക് വരുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വരുന്നു, ഇപ്പൊ മാസ്റ്റൈറ്റിസ് വരുന്നു, ആപ്സസ് വരുന്നു, മാലിഗ്നന്റ് കണ്ടീഷൻ വരുന്നു, ഫൈബ്രോയിഡ്, എല്ലാത്തിനും വാട്ട് എവർ ബി ദ ഡിസീസ് വിച്ച് ഈസ് പ്രസന്റ് ദെയർ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഹാവിംഗ് ഇറ്റ്സ് ഓൺ കോസ്. ദാറ്റ് കോസ് മേ ബി ദ പേഴ്സൺ, ആ പേഴ്സണിൽ തന്നെ ആവാം,
ഓർ ബൈ ദ എക്സോജീനസ്, പുറത്തുനിന്നുള്ള ഏതെങ്കിലും അണുക്കളോ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഇൻഫെക്ഷൻ, ബൈ ഇറ്റ് ക്യാൻ കോസ് ദിസ് മാസ്റ്റൈറ്റിസ്, ഓൾ ദീസ് തിങ്സ്. ഇങ്ങനെയൊക്കെയാണ് വരിക. ഇനി രമാദേവി ഡോക്ടർ ക്ലാസ് പറയും, ഞാനായിട്ട് എടുക്കണമല്ല, അവർ ക്ലാസ് എടുക്കണ്ട. ഇങ്ങനെയൊക്കെ ഒന്നും ഇത് ഞങ്ങൾക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടാത്തയാണ്. ഇങ്ങനെ ആരും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടില്ല. പറയൂ. അതല്ല, ഞാനിപ്പോ വേറെ കയറി ഇരുന്നിട്ട് പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ നിൽക്കണ്ടല്ലോ വെച്ചിട്ടാണ്. അതായത് ഇതിലെന്താ വിഷയം എന്ന് വെച്ചാല്, നമ്മളെല്ലാവരും ഇപ്പൊ നമുക്കിപ്പോ ഒരു അസുഖം വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക? ആ അസുഖത്തിന്റെ ഒരു പേര് വെച്ചിട്ട് അന്വേഷണം, മരുന്ന് കണ്ടുപിടിക്കല്, മെച്ചം പിടിക്കാൻ നോക്കണം, അത് നോക്കണം. എന്ത്? ഇൻ ഹൂം, ആരിലാണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 3 പറയുന്നത് നോളജ് ഓഫ് ഡിസീസ് ആൻഡ് നോളജ് ഓഫ് മെഡിസിൻ ആണ്. നോളജ് ഓഫ് ഡിസീസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ജസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു നോളജ് അലോങ് വിത്ത് ദ നോളജ് ഓഫ് മെഡിസിൻ. അപ്പോൾ ഹൗ ഫാർ ദ നോളജ് ഓഫ് മെഡിസിൻ ഈസ് ടു ബി യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രീറ്റ്മെന്റ്. അതാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് രമാദേവി ഡോക്ടർ എടുത്തോളൂ. ഞാനിപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന് ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ വന്നതില് ഒത്തിരി സന്തോഷം. ഈ പ്ലാറ്റ്ഫോമില് ഇതുപോലെ ക്ലാസ്സുകളിൽ കയറണം. ഡോക്ടർ നല്ല ക്ലാസ് എടുക്കും, നല്ല ഒരു സബ്ജക്ട്. ഡോക്ടർക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തില് നല്ല രീതിയിൽ ഞങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തരണമെന്നാണ് ഇപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല നോക്കാൻ ഞാൻ പറഞ്ഞതേ, എനിക്ക് സമയം കിട്ടുന്ന പോലെ തീർച്ചയായിട്ടും എടുത്തു തരും, ഒരു സംശയം കേട്ടോ. ഹോമിയോപ്പതിയാണ് രാധാകൃഷ്ണന് 8 ക്ലിനിക്ക് ഉണ്ട്, ഒരു ഫാർമസി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓടി നടന്ന് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള ബേബീസും ഉണ്ട്. ഞാൻ, ശാന്ത, എബ്രഹാം വൈദ്യൻ, പിന്നെ നമ്മുടെ എന്താണ് എബ്രഹാം മാത്യു, നടരാജൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. സൂര്യ രാധാകൃഷ്ണൻ, സൂര്യ, അത് തന്നെ. എല്ലാവരും ഇപ്പൊ ഇതിലെന്താ വെച്ചാലേ, ഇപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് എടുക്കണം നല്ലതാ. എടുത്തോളൂ, ഞാൻ വിളിച്ചാൽ ഞാൻ നോക്കാം, നോക്കട്ടെ കേട്ടോ. ഒരു സംശയം. താങ്ക് യു രാധാകൃഷ്ണൻ. ശാന്ത, രമാദേവി ഡോക്ടറെ ക്ലാസ്സാന്ന് പറഞ്ഞപ്പോ കേൾക്കാൻ ഇറങ്ങിയതാ. നന്നായി. അല്ല ഈ ഗണേഷ് എന്തെങ്കിലും പറയുമ്പോഴേ എനിക്ക് നോ പറയാൻ പറ്റില്ല. എന്റെ ചേച്ചിയുടെ മോളുടെ ഇതിന്റെ കല്യാണമായിരുന്നു. അപ്പൊ എനിക്ക് അതിന് പോണം. അതുകൊണ്ട് അപ്പൊ എനിക്ക് ഒട്ടും സമയമില്ലെന്ന് പറഞ്ഞിട്ടും ഗണേഷ് പറഞ്ഞപ്പോ ഞാൻ പിന്നെ പറഞ്ഞപ്പോ രാധാകൃഷ്ണനും എബ്രഹാം വൈദ്യനും കൂടി എനിക്ക് കുറെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നതാ. നിങ്ങളുടെ മുമ്പിൽ വളർത്തിയത്. ക്ലാസ് കഴിഞ്ഞു, നമുക്ക് സമയമായി. ഇനി ഒരു 3 മിനിറ്റ് എന്നുള്ളത്. അപ്പൊ അടുത്ത ഭാവിയിൽ തന്നെ രാധാകൃഷ്ണന്റെ ക്ലാസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ രാധാകൃഷ്ണ. അല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി, കുറച്ച് കൂടി തിരക്കുകൾ കഴിഞ്ഞിട്ട് പോരെ, നിങ്ങൾ ചെയ്തോളൂ. അത് ഏത് എടുത്തു തരാം. അല്ല, സമയം പോലെ രാധാകൃഷ്ണൻ സമയം പോലെ ഞങ്ങൾക്ക് സമയം തന്നാ മതി. ഞായറാഴ്ച പിന്നെ അധികം ഇതില്ലല്ലോ. ടോപ്പിക് പറഞ്ഞാൽ ഏത് ടോപ്പിക് പറഞ്ഞാലും അത്യാവശ്യം നോ പ്രോബ്ലം. അതാണ്, ഏത് പറഞ്ഞാലും രാധാകൃഷ്ണൻ ഒന്ന് പറഞ്ഞ നമ്മൾ പറയുമ്പോഴത്തേക്കും വിത്തിൻ മിനിറ്റ്സ് ആണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ടു സെറ്റ് പറഞ്ഞു തരും. മണ്ണായിരുന്ന ഞങ്ങൾ പറയുന്നത്. ഏത് സ്ഥലത്താണ് ഡോക്ടർ? ഞാൻ ചാലക്കുടി. ചാലക്കുടി. ഡോക്ടർ മറിയാമ്മ അല്ലേ? മറിയാമ്മ ജോൺ. എല്ലാവരും കൂടെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വളരെ വിജയകരമാക്കി തീർത്തു. നന്ദി പറയുന്നത് ശൈല ഡോക്ടറെ. എല്ലാവർക്കും ഒരു നന്ദി പറയാൻ ശൈല ഡോക്ടറെ. ശൈല ഡോക്ടർ പോയോ? ഡോക്ടർ ഔട്ടായി പോയെന്ന് തോന്നുന്നല്ലോ. ഇല്ല, സൈലന്റ് ഉണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അമ്പാടിയമ്മയുടെ ക്ലാസ് ആണ്. അപ്പോ ഇന്ന് തുടക്കത്തില് എന്തായാലും കയറാൻ പറ്റിയില്ല. എന്നാലും ക്ലാസ് കേൾക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കേട്ടോണ്ടിരുന്നത്. എന്താണ് സദ്യയുടെ കൂടെ ഒരു പാൽപ്പായസം എന്ന് പറയുന്ന കണക്ക് രാധാകൃഷ്ണൻ ഡോക്ടർ വന്നപ്പോഴേ ഡോക്ടർ രാധാകൃഷ്ണനാണ് എനിക്ക് ഇത് പറഞ്ഞത്, ആ ടിപ്പ് പറഞ്ഞത്, ഈ ടിപ്പ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇത് ആരാണെന്നൊന്ന് കാണാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. സൂക്ഷം പോലെ
ഡോക്ടറും ഇന്ന് എത്തി. ഇന്ന് വളരെ നല്ല ദിവസമാണ്. നമ്മുടെ വൈദ്യര ഡോക്ടറെയും കുറെ കാലമായിട്ട് നമുക്ക് മിസ് ചെയ്തിരുന്നത്. വൈദ്യര ഡോക്ടർ ഒന്ന് മുഖം കാണിച്ചു. അതുപോലെ രാധാകൃഷ്ണൻ ഡോക്ടറും എത്തി. അപ്പം അമ്പാടിയമ്മ നല്ലൊരു ക്ലാസ്സുമായിട്ട് തുടങ്ങി. അമ്പാടിയമ്മ തുടക്കത്തിൽ പറഞ്ഞ ബ്രസ്റ്റിന്റെ ചില കാര്യങ്ങൾ നമ്മൾ അത്ര ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഇന്ന് ഒരു പുതിയ അറിവായിട്ടാണ് തോന്നിയത്. ആണുങ്ങൾക്ക് BP കൂടുതലുള്ള BP കുറയുന്ന കാര്യവും ഹാർട്ടിന് അസുഖം വരാതിരിക്കുന്ന കാര്യമൊക്കെ ഇന്ന് ഇപ്പൊ അമ്പാടിയമ്മ പറഞ്ഞപ്പോഴാണ് കേൾക്കാൻ പറ്റിയത്. എന്തായാലും അത് ശരി. അപ്പൊ അങ്ങനെ പുതിയ അറിവുകളും കിട്ടി. ഒരുപാട് നല്ല ടിപ്സും അമ്പാടിയമ്മ പറഞ്ഞു തന്നു. അതുപോലെ രാധാകൃഷ്ണൻ ഡോക്ടറും നമുക്ക് ഒരുപാട് കുറച്ച് പറയാൻ തുടങ്ങിയപ്പോഴേ അറിയാം ഡോക്ടറുടെ ആ ഒരു ഇതാണ് ഓരോ മേഖലകളിൽ. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ക്ലാസ് എടുത്ത അമ്പാടിയമ്മയ്ക്കും ഇന്ന് പുതിയതായിട്ട് എത്തിയ ഡോക്ടർ രാധാകൃഷ്ണനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കും. നന്ദി ശൈല ഡോക്ടറെ. അതുപോലെ ഇന്ന് ഇത്രയും നല്ല ക്ലാസ് എടുത്ത അമ്പാടി മാഡത്തിനും, അതുപോലെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീധരക്കുറുപ്പ് സാറ്, മുസ്തഫ ഡോക്ടർ, ശാന്തചന്ദ്രൻ മാഡം, രാധാകൃഷ്ണൻ ഡോക്ടർ, അബ്രഹാം വൈദ്യൻ ഡോക്ടർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നല്ലൊരു അടുത്ത സബ്ജക്റ്റുമായിട്ട് മാഡം വരണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ഡോക്ടറുടെ ക്ലാസ്സും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ 1672 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.